മയക്കുമരുന്ന് ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയ ശേഷം വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ബ്രസീലിയൻ ദമ്പതികൾ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിയിലായി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ബ്രസീലിലെ സാവോ പോളോയിൽ നിന്നും ഇന്ന് രാവിലെ 8:45 ഇവർ നെടുമ്പാശ്ശേരിയിലെത്തിയത്. കൊക്കൈൻ അല്ലെങ്കിൽ ഹെറോയിൻ ആണ് ഇവർ വിഴുങ്ങിയിരിക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. അങ്കമാലി LF ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ സ്കാനിംഗ് പരിശോധനയിലാണ് ഇവരുടെ വയറിനകത്ത് മയക്കുമരുന്ന് ക്യാപ്സൂളുകൾ കണ്ടെത്തിയത്. കോടികൾ വില വരുന്ന 50ഓളം ക്യാപ്സൂളുകളാണ് ഓരോരുത്തരുടെയും വയറ്റിലുള്ളത്. സംശയത്തെ തുടർന്ന് ബാഗേജും ദേഹ പരിശോധനയും നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ ഇവർ മയക്കുമരുന്ന് വിഴുങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാകുകയായിരുന്നു. പിന്നീടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അങ്കമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിംഗ് നടത്തിയത്. മയക്കുമരുന്ന് പ്രത്യേക രീതിയിലുള്ള പ്ലാസ്റ്റിക് പേപ്പറിനകത്താക്കിയാണ് ഇവർ ക്യാപ്സൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് വയറിനകത്ത് ദഹിക്കില്ല എന്നതാണ് ഇതിനായി പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ കാരണം. എന്നാൽ വയറിനകത്ത് വെച്ച് ഇത് ഏതെങ്കിലും കാരണവശാൽ പൊട്ടിയാൽ ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ഉയർന്ന കമ്മീഷനാണ് ഇത്രയും റിസ്ക് ഏറ്റെടുത്ത് മയക്കുമരുന്ന് കടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം തിരുവനന്തപുരത്ത് എത്താനായിരുന്നു പിടിയിലായ ദമ്പതികൾ പദ്ധതി ഇട്ടിരുന്നത്. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തതിന്റെ വിവരങ്ങളും DRIക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച നൈജീരിയൻ സ്വദേശികളും മുൻപ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായിട്ടുണ്ട്.